നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റഡി ചാലഞ്ചാണ്. നമ്മൾ 2 വീക്ക് സ്റ്റഡി ചാലഞ്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേ ഫസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് പഠിക്കാനുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയത്. നമ്മുടെ ഒരു ഗോളാണ്. ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇച്ചിരി കൂടുതലായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഓക്കെ, എന്തുമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് അടുത്ത ഡേ എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് വിലയിരുത്തി കൂടുതൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് LDCയുടെ റാങ്ക് ഫയലാണ്. എൻ്റെ ഡിഗ്രിയുടെ ലക്ഷ്യയുടെ റാങ്ക് ഫയലും ഉണ്ട്. പക്ഷേ ഈ ഒരു 10th പ്രിലിംസിൽ നമുക്ക് ഡിഗ്രിയുടെ റാങ്ക് ഫയലിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഏതെങ്കിലും ഒരു LDCയുടെ റാങ്ക് ഫയലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഇതിനകത്ത് എന്താ നോക്കി, എല്ലാ ചിഹ്നങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നോട്ട്സ് അപ്പുറത്തെ ഒരാൾ എടുത്ത് പെരുമാറുന്നുണ്ട്. അതുപോട്ടെ, അപ്പം ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിഹ്നങ്ങളെല്ലാം അടക്കം ദേശീയ പതാകകളുടെ ഹിസ്റ്ററി അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കും എൻ്റെ ഫോണിൽ. അപ്പോൾ ആ ഫോൺ നോക്കി എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പഠിക്കാം. അങ്ങനെ ഫോൺ എടുത്ത് വെച്ചു. അപ്പം ഓൾറെഡി 2 മണിയാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റത് ഓർമ്മയുണ്ട്, 2 മണിയായത് ഓർമ്മയുണ്ട്. അത് പോട്ടെ. ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാൻ അമ്മമാർക്കറിയാമല്ലോ, കുറേ നേരം അവളുടെ പുറകെ നടന്നാലേ ഉള്ളൂ. ഞാൻ ആ ബിരിയാണി വീഡിയോ ഇട്ട് അതിനകത്തുള്ള ബാറ്റ് പപ്പടമാണിത്. അതൊക്കെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നൊരു ഹെഡ്സെറ്റാണിത് കേട്ടോ, ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പം ഇത് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാം. ക്ലാസ് കേട്ട് നമുക്ക് ജോലി ചെയ്യാം. പക്ഷേ നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി കേൾക്കണം. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ കേൾക്കുന്നു ജോലി ചെയ്യുന്നപ്പോൾ നമ്മുടെ തലയിൽ രജിസ്റ്റർ ആകത്തില്ല. ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബുക്കിൽ വായിച്ചു, അതിന് ശേഷം അതിൻ്റെ തന്നെ ക്ലാസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കേൾക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയതാണ്. കക്ഷി അങ്ങ് പോയി, പുറകെ ഫുഡായിട്ട് ഇനി പോകണം. ഇനി ദേശീയ ചിഹ്നങ്ങൾ അപ്പോൾ ഞാൻ യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. ദേശീയ ചിഹ്നങ്ങൾ എടുക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കിയ ക്ലാസ്സസ് ഇതൊക്കെയാണ്. ആസ്ഥ അക്കാഡമിയുടെ PSC എക്സാം ഗൈഡ്, അക്കാഡമി, PSC ടിപ്സ് ആൻഡ് ട്രിക്സ്, ഈ ക്ലാസ്സസൊക്കെയാണ് ഞാൻ കേട്ടത്. അത്യാവശ്യം നല്ല ക്ലാസ്. ആസ്ഥ അക്കാഡമിയുടെ 1, 2, 3 എന്ന് പറഞ്ഞ പാർട്സ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന നല്ല ചാനൽസാണ് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 മണിയായി ഗൈസ്. അത് ഞാനിപ്പോൾ തുണി വിരിക്കാനുണ്ടായിരുന്നു. തുണിയും അപ്പുറത്ത് നമ്മുടെ ബുക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ മകൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഫേസ് ചെയ്യാൻ കാണിക്കുന്നില്ല, കാരണം അവിടെ കൺസെൻറ്റ് ഇല്ലാതെ അവിടെ ഫേസ് ചെയ്യാൻ കാണിക്കുന്നില്ല. സോ അതാണ് ബ്ലർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ തുണി വിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. നല്ലൊരു സീനറി ലുക്കുണ്ട് കേട്ടോ. നല്ലൊരു ഫ്രെയിം കിട്ടിയ പോലെ തോന്നി. നമുക്കൊരു പുളിമരം ഉണ്ട്. അതിൻ്റെ ഒരു പുളിയാണ് കേട്ടോ താഴെ വീണ് കിടന്നത്. അത് ജസ്റ്റ് എടുത്ത് ഞാൻ വെക്കുകയാണ്. കുടംപുളിയാണ് നമ്മൾ മീനിനകത്തൊക്കെ ഇടുന്നത്. അങ്ങനത്തെ കുടംപുളിയുടെ ഒരു ചെറിയ മരമുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റിയില്ല കേട്ടോ. ദേശീയ ചിഹ്നങ്ങളെ ഒരു മൂലയ്ക്ക് നിന്ന് പഠിക്കുന്നുള്ളൂ. ഫ്ലാഗിൻ്റെ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഫ്ലാഗിൻ്റെ ഹിസ്റ്ററി ഇപ്പം നിവേദിത ഫ്ലാഗ്, അതുപോലെ നമ്മുടെ സ്വദേശി ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്ലാഗിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതെല്ലാം ഞാൻ നോക്കുകയാണ്. ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെരയൊക്കെ അടിക്കാറായി, സന്ധ്യയായി, വിളക്കെത്തിക്കാറായല്ലോ. അപ്പം അവൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കുറച്ച് സ്നാക്കൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തി കേട്ടോ. എൻ്റെ ബാക്കി ഞാൻ നോക്കുകയാണ്. ഞാൻ ദേശീയ ഗീതം വരെ ആയതുള്ളൂ. രാവിലെ തുടങ്ങിയെന്ന് ഓർത്തണം. ഒരു 11 മണിക്ക് തുടങ്ങിയതാണ്. ഇതുവരെ നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ജോലി ഇടയ്ക്ക് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കുന്നവർക്ക് തീർക്കാം. അത് കഴിഞ്ഞിട്ട് അവൾക്ക് വൈകുന്നേരത്തെ ചായ കൊടുത്തു കേട്ടോ. ഇച്ചിരി ഹോർലിക്സൊക്കെ ഇട്ട് ചായ കൊടുത്തു. അപ്പോഴും എൻ്റെ അപ്പുറത്ത് ബുക്കിരിപ്പുണ്ട് കേട്ടോ. അവൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ പിടിച്ച് കുടിക്കാൻ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം അതാണല്ലോ നമ്മൾ സ്വയം പര്യാപ്തത പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം തന്നെയാണ് കേട്ടോ നോക്കുന്നത്. എനിക്കതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഭാഗമൊക്കെ എത്രയെന്ന് ചേട്ടാ, ഗാനം, ഗീതം, ദേശീയഗാനം, ദേശീയഗീതം, ദേശീയ പതാകയൊക്കെ തീർത്തു. പിന്നെ കുറച്ച് ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, ദേശീയ, പക്ഷി, മൃഗം, അപ്പോൾ ആ ഭാഗമൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഗിൽട്ടടിക്കും. നേരത്തെ കളഞ്ഞ സമയം ഓർത്ത്. പക്ഷേ നമ്മൾ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റഡി ചാലഞ്ച് ചെയ്തത് തന്നെ അതിന് വേണ്ടിയാണ്. നമുക്ക് എന്തുമാത്രം തീർക്കാൻ പറ്റും, നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റും എക്സാമിന് മുന്നേ എന്നുള്ളതാണ്. 28-ാം തീയതിയാണ് കേട്ടോ ഫസ്റ്റ് ഫേസ് വരുന്നത്. നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രെയിൻ ജോലി നിർത്തി കേട്ടോ. കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ജോലി, പഠിത്തം, അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തലയൊക്കെ ചൂടായിട്ട് മരവിച്ച് കൺഫ്യൂസ്ഡ് ആകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഇതൊക്കെ ഇപ്പോൾ രാത്രിത്തെ സമയം കേട്ടോ. മീൻ വറുക്കാനായിട്ട് മസാല പുരട്ടിയതാണ് കേട്ടോ. വരാൽ മീനാണ്. അതൊക്കെ വറുത്തു. അത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ രാത്രി പഠിക്കാൻ പറ്റില്ല. രാത്രി നേരത്തെ ഉറങ്ങിയെന്നല്ല, താമസിച്ചാണ് ഉറങ്ങിയത്. പക്ഷേ പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ഇത്രയും പോർഷൻ ചെയ്തതിനകത്ത് പ്രൊഡക്ടിവിറ്റി റിയാലിറ്റിയാണ് ഗൈസ്. എനിക്ക് ഒരു പോർഷൻ മാത്രമേ തീർക്കാൻ പറ്റിയുള്ളൂ. അപ്പം നാളെ നമുക്കിത് പരിഹരിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് തീർക്കണം.
അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.